Moving on to our new topic, that is drug information services. Drug information services is the process of providing information regarding any aspects of drug. ആർക്കാ കൊടുക്കുന്ന ഇൻഫോർമേഷൻ, ദാറ്റ് ഈസ് ടു എനി കോമൺ മാൻ. അവരിപ്പോൾ ആരെങ്കിലും ഒരു കൊറിയായിട്ട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫോർമേഷൻ കൊടുക്കേണ്ടി വരും. കോമൺ മാന് കൊടുക്കാം, അല്ലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അതർ ദാൻ ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഫാക്കൾട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് കൊടുക്കാം, ഹൗസ് സർജൻസിന് കൊടുക്കാം, റെസിഡൻസിന് കൊടുക്കാം, ഡോക്ടേഴ്സിന്, ഈവൻ ഡോക്ടേഴ്സിന് വരെ നമുക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം റിഗാർഡിങ് എനി ആസ്പെക്ട്സ് ഓഫ് ഡ്രഗ്. ഡ്രഗിൻ്റെ ഏത് ആസ്പെക്ട്സ്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ADR, what we call its pharmacokinetic and pharmacodynamic actions, പിന്നെ അതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസ്, എന്തിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. അപ്പോൾ ഈ പാസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറയുന്നത്. സോ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് നമുക്ക് വേറൊരു ടൈം പറയാം, മെഡിസിൻ ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറയും, മെഡിസിൻ ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറയാം. പിന്നെ ഡ്രഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കെമിക്കൽസ് ആണ്, എല്ലാ കെമിക്കൽസും വരും അതിനകത്ത്. ഓക്കെ, മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ഹ്യൂമൻ ബീങ്, ഓക്കെ, ഫോർ ക്യൂറിങ്. അത് നിങ്ങൾക്കറിയാം, അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോർ ക്യൂറിങ് എനി ഡിസീസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ മെഡിസിൻസ് ഇൻഫോർമേഷൻ സർവീസസ് എന്നാണ് നമ്മളിതിനെ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസിന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫാർമസ്യൂട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓർ ഫാർമസ്യൂട്ടിക്കൽ കെയർ എന്ന് പറയാം, ദാറ്റ് ഈസ് ഗിവൺ ടു എനി അതർ ഇൻഡിവിജ്വൽ അതർ ദാൻ ഫാർമസിസ്റ്റ്, അല്ലേ. ഫാർമസിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഡ്രഗിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ദിസ് ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് ഈസ് ഡെവലപ്ഡ് ഇൻ 1960. ഈ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻ 1960, ദാറ്റ് ഈസ് ആക്ച്വലി പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ 1962 ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് കെൻറ്റുക്കി. കെൻറ്റുക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നിങ്ങൾ ഈ KFC ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ. KFC ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിനെ പറയുന്നത്. ആ സ്ഥലത്താണ് അത് ആദ്യമായിട്ടുണ്ടായത്, അതുകൊണ്ടാണ് നമ്മളതിനെ കെൻറ്റുക്കി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് ഈസ് ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് കെൻറ്റുക്കി ഇൻ 1962. ഓക്കെ, ദെൻ ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ വേൾഡ്, ദാറ്റ് ഈസ് ഇൻ UK യിലുണ്ട്, ഓസ്ട്രേലിയ, കാനഡ, അവിടെ അങ്ങോട്ടൊക്കെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇൻ ഇന്ത്യ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ ഡ്രഗ് ഇൻഫോർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് സെൻറ്റർ ദാറ്റ് പ്രൊവൈഡ് ദ ഇൻഫോർമേഷൻ റിഗാർഡിങ് ഡ്രഗ്. ഓക്കെ, അങ്ങനെ സെൻറ്റേഴ്സ് ഉണ്ട്. എയിംസിലുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസ് എന്ന് പറയും, ഡൽഹിയിലുണ്ട്. പിന്നെ നമ്മുടെ JSS എന്ന് കേട്ടിട്ടുണ്ടോ, JSS കോളേജ് ഓഫ് ഫാർമസി, ഊട്ടി, മൈസൂർ. ശരിക്കും ആക്ച്വലി JSS കോളേജ് ഓഫ് ഫാർമസി മൈസൂരാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഓൾ ഇന്ത്യ ലെവലിൽ അത് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും വന്നു. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഫൈനൽ ഇയേഴ്സ് ആണ്, നിങ്ങളിപ്പോൾ GPAT ഒക്കെ എഴുതി നിങ്ങൾക്കിപ്പോൾ ഒരു M.Pharm സീറ്റ് ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് യുവർ കരിക്കുലം യു ഹാവ് ടു സെർവ് ആസ് എ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ് നമ്മൾ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ പാർട്ടായിട്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്റ്റൈഫൻഡൊക്കെ കിട്ടുന്നതായിരിക്കും അവിടെ പഠിക്കുമ്പോൾ. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നതെങ്കിൽ. ഓക്കെ, ഇത്രയും ഓക്കെ. സോ എന്താണ് നമ്മൾ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ്? ആക്ച്വലി ഇറ്റ് ഈസ് ദ current relevant critically examined data about drug. So drug information services should be current relevant critically examined data about drug and drug use which is given to patient. Okay, പേഷ്യൻറ്റിന് കൊടുക്കേണ്ട current relevant and critically examined data ആയിരിക്കണം. That should be update ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം നമ്മൾ കൈമാറേണ്ടത്. ഓക്കെ, then its definition. Actually it's drug information services. Drug information refers to the unbiased, well referenced, critically evaluated, up to date information on any aspects of drug use. Okay, അതാണ് അതിൻ്റെ definition. So drug information refers to the unbiased, well referenced and critically evaluated update information on any aspects of ഡ്രഗ്സ്. അപ്പോൾ ഇതിനകത്തുള്ള വേർഡ്സ് നിങ്ങൾ നോക്കി, വെൽ റെഫറൻസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കണം,
ക്രിറ്റിക്കലി ഇവാലുവേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. അതായത് ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ തിരിച്ച് ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ ദ ഇൻഫോർമേഷൻ ഷുഡ് ബി അൺബയസ്ഡ് ആയിരിക്കണം. അൺബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ അല്ലേ. അൺബയസ്ഡ് വിത്തൗട്ട് എറർ, വെൽ റെഫറൻസ്ഡ്, ഷുഡ് ബി റെഫേർഡ്. ഓക്കെ, ദെൻ ക്രിറ്റിക്കലി ഇവാലുവേറ്റ്. ആ റെഫർ ചെയ്ത ഇൻഫോർമേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ശരിയാണോ തെറ്റത്തിന്. അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, പഴയ, അതായത് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1950s ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ നമ്മൾ അവർക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതാണ് ഡ്രഗ് ഇൻഫോർമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് ചെയ്യുന്നത്. ഇതിനകത്തിപ്പോൾ നമുക്കിപ്പോൾ ആര് വേണമെങ്കിലും ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഫാർമസിസ്റ്റ് ഇരിക്കുന്നത്. അവർക്ക് പല ആൾക്കാർ നമ്മളെ വിളിക്കാം, കോൾ ചെയ്യാണ് ചെയ്യാൻ നോർമലി ആൾക്കാർ ഇതിനെപ്പറ്റി, ഡ്രഗിനെ പറ്റി ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി. ഏതെങ്കിലും ഡ്രഗ് കഴിച്ചതിന് എന്തെങ്കിലും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ADRകൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു തരാം. എന്താ, പല ഡ്രഗ്സും കഴിക്കാം. നമ്മൾ AC ഇൻഹിബിറ്റേഴ്സ്, നമ്മുടെ ഹൈപ്പർ ടെൻഷൻ കഴിക്കുന്ന ഒരു ഡ്രഗാണ് കെപ്റ്റോപ്രിൽ കഴിച്ചപ്പോൾ ശക്തമായ ചുമ. അപ്പോൾ ആൾക്കാർ വിളിച്ച് ചോദിക്കും, എനിക്കിപ്പോൾ നല്ലൊരു ചുമയുണ്ടല്ലോ, എന്താ കാരണം? അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് റീസൺ എന്നുള്ള കാര്യം. പിന്നെ ഈ റിഫാംബസിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ, റിഫാംബസിൻ എന്താണ് കഴിക്കുന്നത്? TBക്ക് കഴിക്കുന്ന ഡ്രഗാണ്. പിന്നെ ഈ ലെപ്രസിക്കൊക്കെ കഴിക്കുന്ന ഒരു ഡ്രഗാണ് റിഫാംബസിൻ. അപ്പോൾ നോർമലി റിഫാംബസിൻ കഴിച്ചു കഴിഞ്ഞാൽ ദ യൂറിൻ ബിക്കം ഓറഞ്ച് കളർഡ്. അപ്പോൾ നോർമലി ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയുള്ള പേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. എന്താണ് കാര്യം? നോർമലി റിഫാംബസിൻ കഴിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പക്ഷേ അത്ര വലിയ സീരിയസ് ADR ഒന്നുമില്ല. ഡോസ് കഴിയുമ്പോൾ അത് നോർമലി ഗ്രാജുവലി അത് ചേഞ്ച് ചെയ്യും, നോർമൽ കളറിലോട്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നെക്സ്റ്റ്, വാട്ട് ആർ ദ മേജർ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ്? So this drug information service provide information to health professional on specific problems related to the use of drugs in particular patient. Okay, for specific use of drugs നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. It also provide information to officials in government agencies to optimize the decision making process. അതായത് നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ പോളിസീസ് ഉണ്ട്, ഹെൽത്ത് കെയർ പോളിസീസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ പോളിസീസ് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ ഡ്രഗ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമ്മൾ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്ന നോർമലി ഫാർമസിസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇൻഫോർമേഷൻ, ഗവൺമെൻറ് ഏജൻസിക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും. പ്രിപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആൻഡ് ഫോമുലറീസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഫോമുലറി ഉണ്ടാക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റൽ ഫോമുലറി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് ഗൈഡ് ലൈൻസ് പാസ് ചെയ്യാൻ പറ്റും ആസ് എ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ്. ഓക്കെ, ഇംപ്രൂവ് പേഷ്യൻറ്റ് കംപ്ലയൻസ് ടു പ്രൊവൈഡ് ഗൈഡ് ടു റെസ്പോൺസിബിൾ സെൽഫ് മെഡിക്കേഷൻ. ഓക്കെ, അതായത് കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കേഷൻ അഡ്ഹറൻസ്, അതായത് അഡ്ഹർ ടു ദി മെഡിക്കേഷൻ. പേഷ്യൻ്റ് എല്ലാ മരുന്ന് കൊടുക്കുന്ന, ഫിസിഷ്യൻ കൊടുക്കുന്ന മരുന്നെല്ലാം കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു കറക്റ്റായ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്താൽ ആ ഒരു ഡ്രഗ് കണ്ടിന്യൂ ചെയ്യില്ല, അല്ലെങ്കിൽ പേടിച്ച് നിർത്തും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ റിഫോംബസിൻ്റെ കാര്യം തന്നെ, ഒരു ഓറഞ്ച് കളർഡായിട്ടുള്ള യൂറിൻ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോൾ ഡ്രഗ് നിർത്തും അല്ലേ. പിന്നെ അവർ കഴിക്കില്ല, അവർ പേടിച്ചു പോകും അല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, then develop and participate in continuing education program. Okay, that's also CME അല്ലെങ്കിൽ CPE എന്ന് പറയുന്നത്, കണ്ടിന്യൂയിങ് ഫാർമസി എഡ്യൂക്കേഷൻ ഓർ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഏതെങ്കിലും സെമിനാർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ മേജർ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ്. ഓക്കെ, കമ്മിങ് ടു സോഴ്സസ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡ്രഗ്, ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു ഇൻഫോർമേഷൻ, എന്തെങ്കിലും ഒരു കൊറി വന്നു വിചാരിക്കുക, ഡ്രഗിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കൊറി വന്നു. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ആൻസർ ദാറ്റ് കൊറി അല്ലേ. നമ്മൾ അതിൻ്റെ എന്താണ് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ നമ്മൾ കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ്. നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? അതിനൊരു ഇഷ്യൂ വരും. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചു വയ്ക്കാനോ ഓർത്ത് വയ്ക്കാനോ പറ്റുന്ന തോന്നുന്നില്ല. എല്ലാത്തിൻ്റെ ADR എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് റെഫർ ചെയ്തല്ലാതെ, പക്ഷേ നമ്മൾ അൺബയസ്ഡ് ആയ ഇൻഫോർമേഷനെ പാസ് ചെയ്യാൻ പാടുള്ളൂ. ബയസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, തെറ്റായ ഇൻഫോർമേഷൻ ഒരിക്കലും പാസ് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. നമ്മൾ എവിടെ റെഫർ ചെയ്യും? ആ റെഫറൻസിന് വേണ്ടിയിട്ടാണ് സോഴ്സസ് വേണം, റിസോഴ്സസ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ. എവിടെയാണ് ഈ ഇൻഫോർമേഷൻ കിട്ടുന്നത്, ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഇൻഫോർമേഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ എന്തൊക്കെ റെഫർ ചെയ്യാം? നമ്മൾ ബേസിക്കലി നമ്മൾ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യും അല്ലേ. ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യും. പിന്നെ നെറ്റ് വഴി നോക്കാം, ഇൻ്റർനെറ്റ്, വേരിയസ് ഡീറ്റെയിൽസ്.
ഇൻ്റർനെറ്റിലുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും, കുറേ ജേണൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല മെഡിക്കൽ ജേണൽസ്, ഒറിജിനൽ ആർട്ടിക്കിൾസ് ഉള്ള ജേണൽസ്, ഇങ്ങനെയുള്ള. പിന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഡ്രഗ് ഇൻഫോർമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആൻസർ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഡ്രഗ് ഇൻഫോർമേഷൻ റിസോഴ്സസ് ഓർ സോഴ്സസ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിൻലി 3 categories ഓഫ് റിസോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ടെർഷ്യറി റിസോഴ്സസ്, ദെൻ secondary resources and primary resources. Okay, tertiary resources, secondary resources and primary resources. Okay, so first we discuss about the primary resources. Okay, primary resources ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ്. ഓക്കെ, സോ primary resources mainly consist of research studies or clinical experience which has not been previously published. അതാണ് ഈ പ്രൈമറി റിസോഴ്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, എന്താ പ്രൈമറി റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ലിറ്ററേച്ചർ കൺസിസ്റ്റ് ഓഫ് റിസർച്ച് സ്റ്റഡീസ് ഓർ ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് വിച്ച് ഹാസ് നോട്ട് ബീൻ പ്രീവിയസ്ലി പബ്ലിഷ്ഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഒരു ജേണലിൽ ആദ്യമായിട്ട് വരുന്ന ഇൻഫോർമേഷൻ, നമ്മളിപ്പോൾ കോവിഡിനെ പറ്റിയിട്ട് നമ്മൾ കുറേ ലിറ്ററേച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കോവിഡ് ഇപ്പോൾ പുതിയൊരു ഡിസീസ് കണ്ടീഷനാണ്, അപ്പോൾ സിൻട്രോ ആണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഇപ്പോൾ പുതിയ ആർട്ടിക്കിൾസിൽ, നല്ല മെഡിക്കൽ ജേണൽസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ന്യൂ ഇൻഫോർമേഷൻസ്, ഇതുവരെ വരാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഇൻഫോർമേഷനെയാണ് നമ്മൾ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഉള്ള ഇൻഫോർമേഷൻ്റെ അബ്സ്ട്രാക്റ്റ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി സോഴ്സസ്. ദാറ്റ് ഈസ് നോർമലി, ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഹാസ് നോട്ട് ബീൻ പ്രീവിയസ്ലി പബ്ലിഷ്ഡ്. ഓക്കെ, ഇതിന് മുന്നേ ഇത് പബ്ലിഷ് ചെയ്ത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സാധനമായിരിക്കും. അത് നോർമലി വരുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ജേണൽസ് ഉണ്ട്, വേരിയസ് മെഡിക്കൽ ജേണൽസ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. ലാൻസെറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, LANCET, ലാൻസെറ്റ് ഈസ് എ മെഡിക്കൽ ജേണൽ. പിന്നെ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ, പിന്നെ ജാമ എന്ന് പറയും. അങ്ങനെയുള്ള കുറേ ജേണൽസ് ഉണ്ട്. ഈ ജേണൽസിലെല്ലാം പിന്നെ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, ജേണൽ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, ഇങ്ങനെയുള്ള കുറേ ജേണൽസ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ പ്രിസ്ക്രൈബർ, ഇങ്ങനെയുള്ള ജേണൽസ്. അതിലൊക്കെ വരുന്ന ന്യൂ ഒറിജിനൽ ഇൻഫോർമേഷൻ സ്റ്റഡീസിനെയാണ് നമ്മൾ എന്ത് പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. സോ പ്രൈമറി സോഴ്സസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ ഇൻഫോർമേഷൻ, should be published in a well scientific journals, then it should be a thesis work ആയിരിക്കും, ന്യൂ thesis work ആയിരിക്കും. thesis എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് വർക്ക് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് റിസർച്ച് ആർട്ടിക്കിൾസ് ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ലാൻസെറ്റ്, ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ, പിന്നെ ജേണൽ ഓഫ് അമേരിക്കൻ കാർഡിയോളജി, അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, ഇങ്ങനെയുള്ള ഓസ്ട്രേലിയൻ പ്രിസ്ക്രൈബർ, അങ്ങനെയുള്ള ജേണൽസിലൊക്കെ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസിനാണ് നമ്മൾ എന്താ പറയുക പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സോഴ്സസ്. സെക്കൻഡറി റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് പ്രീവിയസ്ലി പബ്ലിഷ്ഡ് വർക്ക് ആൻഡ് ഇൻക്ലൂഡ് ഇൻഡെക്സിങ് ആൻഡ് അബ്സ്ട്രാക്റ്റിംഗ് സർവീസസ് ഓഫ് ദി പ്രൈമറി ലിറ്ററേച്ചർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്കൻഡറി സോഴ്സ് എന്ന്. സോ സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് എ വിച്ച് ഈസ് ആൻ ഓവർവ്യൂ ഓഫ് പ്രീവിയസ്ലി ഓൾറെഡി പബ്ലിഷ് ചെയ്ത വർക്കിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഓവർവ്യൂയോ ഏതിലെങ്കിലും പബ്ലിഷ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്, ഒറിജിനൽ വർക്കല്ല, ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതല്ല, ഓൾറെഡി അതിൻ്റെ എന്തെങ്കിലും ഒരു അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവർവ്യൂവിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ സെക്കൻഡറി സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടുന്നതെല്ലാം സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സ് നെറ്റിൽ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി സോഴ്സ് ഒന്നും പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ല, അത് ഒറിജിനൽ ആർട്ടിക്കിൾസ് ആയതുകൊണ്ട് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, നമ്മളിപ്പോൾ നെറ്റിൽ അടിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ചർച്ച ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി സെക്കൻഡറി സോഴ്സിന് എക്സാമ്പിൾസ് ആണ് അബ്സ്ട്രാക്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സോഴ്സ്. പിന്നെ ഓവർവ്യൂ ഓഫ് എ സ്റ്റഡി,
ഒരു എക്സാമ്പിളാണ്. പിന്നെ വേരിയസ് സോഫ്റ്റ്വെയർസ് യൂസ്ഡ്, ഡ്രഗ് ഇൻഫോർമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതൊക്കെ സെക്കൻഡറി സോഴ്സ് ആയിട്ടാണ് വരുന്നത്. ഡ്രഗ് ഇൻഫോർമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡ്രഗ് ഡെക്സ്, മൈക്രോമെഡെക്സ്, പിന്നെ IDIS, ദാറ്റ് ഈസ് അയോവ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ്. IDIS എന്ന് പറഞ്ഞാൽ അയോവ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ്. ദെൻ കൊക്രൈൻ ലൈബ്രറി. കൊക്രൈൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് കൊക്രൈൻ ലൈബ്രറി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ സ്റ്റഡീസിൻ്റെ ഒരു കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും. കുറേ സ്റ്റഡീസിൻ്റെ കളക്ഷൻസ്, അതിനാണ് നമ്മൾ കൊക്രൈൻ ലൈബ്രറി. കൊക്രൈൻ ലൈബ്രറിന്ന് ജസ്റ്റ് നമ്മുടെ നെറ്റിൽ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ പബ്മെഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മെഡിക്കൽ ജേർണൽസിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ ഒരു കളക്ഷനാണ് പബ്മെഡിൽ വരുന്നത്. പിന്നെ എംബേസ്, സ്കോപ്പസ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ കൂടെ വരുന്ന ഡ്രഗ് ഡെക്സ്, മൈക്രോമെഡെക്സ്. ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് എഴുതേണ്ടതാണ് ഞാൻ പറയുന്ന എക്സാമ്പിൾസ്. ഡ്രഗ് ഡെക്സ്, മൈക്രോമെഡെക്സ്, എംബേസ്, EMBACSE, ഡ്രഗ് ഡെക്സ്, DRUGDEX, ഡ്രഗ് ഡെക്സ്. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടെർഷറി സോഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള സോഴ്സിനാണ് നമ്മൾ ടെർഷറി സോഴ്സസ് എന്ന് പറയുന്നത്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ടെർഷറി സോഴ്സ്. പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡറി സോഴ്സ്. പ്രൈമറി സോഴ്സസ് കുറച്ച് പാടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ, കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ടെർഷറി സോഴ്സാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആക്സസ് ഉള്ള സാധനം, നമുക്ക് ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോൾ ലൈബ്രറി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ റെഫറൻസിൽ കുറേ ടെക്സ്റ്റ് ഇരിപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അതിനെല്ലാം നമ്മൾ എന്താ പറയുന്നത്, സെക്കൻഡറി അല്ല ടെർഷറി സോഴ്സ് എന്നാണ് പറയുന്നത്. ലൈബ്രറി ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് ഒക്കെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് എല്ലാം കംസ് അണ്ടർ സെക്കൻഡറി അല്ല ടെർഷറി സോഴ്സസ്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്, പിന്നെ മോണോഗ്രാഫ്സ് ഏതെന്ന് ഞാൻ പറഞ്ഞു. IP, BP, SPBNF, ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മോണോഗ്രാഫ്സ് ഓർ ഫാർമക്കോപ്പിയാസ് എന്ന് പറയും അല്ലേ. പിന്നെ എൻസൈക്ലോപീഡിയാസ്, ഡിക്ഷണറീസ്, പിന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൻ്റെ പേരുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെമിങ്ടൺ എന്ന് കേട്ടിട്ടുണ്ടോ? റെമിങ്ടൺ ടെക്സ്റ്റ് ബുക്ക്. ദെൻ ഗുഡ്മാൻ ആൻഡ് ഗിൽമാൻ. പിന്നെ ഉള്ളത് മാർട്ടിൻഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയ. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ രണ്ടിടത്ത് നോക്കണം നിങ്ങൾ. മാർട്ടിൻഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയ. പിന്നെ ഏതാ, ഷാർജിൽ കോംപ്രിഹെൻസീവ് ഫാർമസി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഡിപ്പിറോ ടെക്സ്റ്റ് ബുക്ക് ഓഫ് തെറാപ്യൂട്ടിക്സ്. ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ടെർഷറി സോഴ്സ്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിനെയൊക്കെ ടെർഷറി സോഴ്സ് ആയിട്ട്, അതായത് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനുള്ള ടെക്സ്റ്റ് ബുക്സ്, നമ്മൾ ഇൻ്റർനാഷണലി നമ്മൾ അറിയപ്പെടുന്ന ടെക്സ്റ്റ് ബുക്സ് എല്ലാം ടെർഷറി സോഴ്സ്. അതാണ് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സ്. ഇത്രയാണ് നമുക്കുള്ള റിസോഴ്സസ്. ഈ റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന ക്വറിക്കുള്ള ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ആൻസറാണ് നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ ക്വറി ആരാണ് ചോദിച്ചത് അവർക്ക് വേണ്ട ക്വറി, അവർക്ക് ആ ക്വറിയുടെ ആൻസർ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്സ് നോക്കി കണ്ടുപിടിക്കണം. ഇപ്പോൾ സോഴ്സസ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ എക്സാമിനേഷന് നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതർ സോഴ്സസ് ആണ് പബ്ലിക് ആൻഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ദെൻ ലോക്കൽ ഡ്രഗ് ലിസ്റ്റ്, നാഷണൽ ഫോർമുലറീസ്, ഹോസ്പിറ്റൽ ഫോർമുലറീസ്, ഇൻ്റർനെറ്റ്, ഫോൺ കോൾസ് ടു മാനുഫാക്ചറേഴ്സ്, അതായത് ഏത് ഡ്രഗ് ആണോ. ദെൻ അതർ സോഴ്സസ് ഓഫ് DIC, ഡ്രഗ് ഇൻഫോർമേഷൻ സെൻറ്റേഴ്സ് ചോദിക്കുന്ന അതർ സോഴ്സസ്. ഇതൊക്കെ നമുക്ക് ഡ്രഗ് ഇൻഫോർമേഷൻ റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു ക്വറി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ക്വറിക്ക് ആൻസർ ചെയ്യുക, വാട്ട് ആർ ദ സ്റ്റെപ്സ്. നോർമലി നമുക്ക് 7 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെക്യൂർ ഡെമോഗ്രാഫിക്സ് ഓഫ് ദി റിക്വസ്റ്റർ. സെക്യൂർ ഡെമോഗ്രാഫിക്സ്, DEMOGRAPHICS, ഡെമോഗ്രാഫിക്സ് ഓഫ് ദി റിക്വസ്റ്റർ. Second step is obtain background information. Obtain background information. Third one is determine and categorize the ultimate question. Then fourth step is develop search strategy and conduct search. Okay. Then next step is perform evaluation, analysis and synthesis. Next step is formulate and provide response. And 7th step is conduct follow-up and documentation. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഉള്ളത്. അപ്പോൾ 7 സ്റ്റെപ്സ് ആണുള്ളത്. അത് ഒന്ന്
കൺസൈസ് ചെയ്താണ് ഇപ്പോൾ 4 സ്റ്റെപ്പായിട്ട് ഞാൻ വരിക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ഏത് കാറ്റഗറിയിലാണ് ആ ഡ്രഗ് ഇൻഫോർമേഷൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. സോ ഡെമോഗ്രാഫിക്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡെമോഗ്രാഫ് കളക്ഷൻ ഓഫ് ഡെമോഗ്രാഫിക്സ് ആണ്. അതായത് ആരാണ് വിളിക്കുന്നത് അയാളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക. അതിനാണ് collection of demographics. Secure the demographics of the requester. Then second step is collect the background information. Okay, obtain background information. Background information എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ആണ് വിളിക്കുന്നതെങ്കിൽ ആ പേഷ്യൻറ്റിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അത് ഫുള്ള് കളക്ട് ചെയ്യുക. അതാണ് നമ്മൾ പറയുന്ന എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിനാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ. അതുകൂടെ തന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം എന്താ, മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിറ്റർമൈൻ ആൻഡ് കാറ്റഗറൈസ് ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ആൻഡ് കാറ്റഗറൈസ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ആൻഡ് കാറ്റഗറൈസ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെദർ ഈ ഡ്രഗ് ഇൻഫോർമേഷനിൽ പല രീതിയിലുള്ള ക്വറിയും വരാം. ഐദർ ഇറ്റ് ഈസ് എ ഡ്രഗ് ഇൻട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ പിന്നെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആയിരിക്കാം. എന്താണോ ആൾക്കറിയേണ്ടത് അത് എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. ആ കൊറിയിൽ നിന്ന് എന്താണോ അവർക്ക് വേണ്ടത് ആ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഒരു പേഷ്യൻ്റ് വിളിച്ച് അല്ലെങ്കിൽ ഒരു ലേമാൻ ഒരു കോമൺ മാൻ വിളിക്കുകയാണ്, പാരസെറ്റമോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ADR ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഏത് ADR എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ വരും. പിന്നെ വേറൊരു കാര്യം ചോദിക്കാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സപ്പോസ് നമുക്കിപ്പോൾ ഒരു ഏതാ വാട്ട് വി കോൾഡ് ദിസ് ഒമിപ്രസോൾ എന്ന് പറഞ്ഞ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് PPI പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ് അല്ലേ. അത് എന്തിനാണ് എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു. എപ്പോഴാണ്, ഫുഡിന് മുന്നേ ആണോ ഫുഡിന് ശേഷമാണോ? അപ്പോൾ അത് അതിൻ്റെ ഒരു ഡ്രഗ് ഇൻട്രാക്ഷനാണ്, ഫുഡുമായിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ള കാറ്റഗറീസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തേർഡ് പാർട്ട് ഈസ് ഡിറ്റർമൈൻ ആൻഡ് കാറ്റഗറൈസ് ദി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഈസ് സെക്യൂർ ഡെമോഗ്രാഫിക്സ്, സെക്കൻഡ് ഒബ്റ്റെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, തേർഡ് പാർട്ട് ഈസ് ഡിറ്റർമൈൻ ആൻഡ് കാറ്റഗറൈസ് ദി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് അവരുടെ നീഡ്, എന്താണ് അവരുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യണം. ഓക്കെ, എവിടെ സെർച്ച് ചെയ്യാം? നമ്മൾ ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഈസിലി അവൈലബിൾ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അതിവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവലിൽ ഹൈറാർക്കിയിൽ പോകും. ദാറ്റ് ഈസ് സെക്കൻഡറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കും. നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രൈമറി സോഴ്സിലോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് ഫ്രം പ്രൈമറി സോഴ്സ്. ഓക്കെ, അതിനാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്ററേച്ചറിൽ നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെർഫോം ഇവാലുവേഷൻ അനാലിസിസ് ആൻഡ് സിന്തസിസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഫോർമേഷൻ റിട്രൈവ്ഡ് ഫ്രം മസ്റ്റ് ബി ക്രിറ്റിക്കലി റിവ്യൂഡ് അല്ലേ. അത് ശരിയാണോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അതിന് തന്നെ റിവ്യൂ ചെയ്യണം. അതിന് പല ടെക്നിക്സ് ഉണ്ട്, നമുക്ക് പല ടെക്നിക്സ് യൂസ് ചെയ്യാം. നമുക്ക് എന്താ ബയോസ്റ്റാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യാം. കുറേ ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതിന് ബയോസ്റ്റാറ്റിക്സ് വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കതിനെ പെർഫോം ഇവാലുവേഷൻ അനാലിസിസ് ആൻഡ് സിന്തസൈസ് ചെയ്യുക, ആ ഇൻഫോർമേഷന് എടുക്കുക. ദെൻ ഫോർമുലേറ്റ് ആൻഡ് പ്രൊവൈഡ് റെസ്പോൺസ്, അതിനെ കൺസൈസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ലേമാന് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുന്നത്. അതിനാണ് പറയുന്നത് ഫോർമുലേറ്റ് ആൻഡ് പ്രൊവൈഡ് റെസ്പോൺസ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഇസ് കണ്ടക്ട് ഫോളോ അപ്പ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അതായത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്താ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? വെദർ ദ റിക്വസ്റ്റർ ഈസ് സാറ്റിസ്ഫൈഡ് ഓർ നോട്ട് വിത്ത് ദി ആൻസർ എന്നുള്ള കാര്യം നമ്മൾ നോക്കി. എന്നിട്ട് ദാറ്റ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് ഫോർ ഫർദർ റെഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡ്രഗ് ആൻസറിങ് ഡ്രഗ് ഇൻഫോർമേഷൻ കുറിക്കാതെ വരുന്നത്. ഓക്കെ, 7 സ്റ്റെപ്സ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പോയിസൺ ഇൻഫോർമേഷൻ സർവീസസ്. ഓക്കെ, പോയിസൺ ഇൻഫോർമേഷൻ സർവീസസ്. എന്താ ഈ പോയിസൺ ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഇറ്റ് ഈസ് റെഫേഴ്സ് ടു എ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് drug information that provide information on the toxic effect of a chemical. Okay, so it is a specialized area of drug information that provides information on
ടോക്സിക് എഫക്റ്റ് ഓഫ് കെമിക്കൽ. ഓക്കെ, ടോക്സിക് എഫക്റ്റ് ഓഫ് കെമിക്കൽ. ഡ്രഗ് എന്ന് പറയുന്നത് ഡ്രഗ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിനെ പറ്റിയിട്ടുള്ള മാത്രമുള്ള ഡീലാണ്. ഇത് ടോക്സിക് പോയിസൺസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നതെന്ന് നമ്മൾ എന്ത് പറയുന്നത്, പോയിസൺ ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ടോക്സിക് കെമിക്കൽസ് ഇൻക്ലൂഡ് ദ സബ്സ്റ്റൻസ് ഫ്രം പ്ലാന്റ് ഓർ അനിമൽ. അനിമൽ ടോക്സിനും ഉണ്ട്, പ്ലാന്റ് പിന്നെ കെമിക്കൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്റർ നമ്മൾ പറയുന്നത് പോയിസൺ ഇൻഫോർമേഷൻ സെൻറ്റർ ഓർ പോയിസൺ കൺട്രോൾ സെൻറ്റർ എന്ന് പറയും. ഓക്കെ, പോയിസൺ ഇൻഫോർമേഷൻ സെൻറ്റർ ഓർ പോയിസൺ കൺട്രോൾ സെൻറ്റേഴ്സ് എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ഈ പ്രോസസ്സ് ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസസ് പോലെയാണ്. അവർക്കും വേരിയസ് സോഴ്സസ് ഉണ്ടാവും, ടെർഷറി, സെക്കൻഡറി, അങ്ങനെയുള്ള ടോക്സിക്കോളജീസ് ടെക്സ്റ്റ് ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെറ്റും ഒക്കെ റെഫർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സർവീസ് എല്ലാം ഇതിലാകെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസൺ ഇൻഫോർമേഷൻ നീഡ് ടു ഓപ്പറേറ്റ് 24 hours ഇൻ ഈച്ച് ഡേ. അതായത് 24 hours ഇത് വർക്ക് ചെയ്യണം. അതായത് ഡ്രഗ് ഇൻഫോർമേഷൻ സെൻറ്റർ ഏതെങ്കിലും ഒരു ടൈം ബൗണ്ടാണ്, എല്ലാ ടൈമിനും വർക്ക് ചെയ്യും. പക്ഷേ പോയിസൺ ഇൻഫോർമേഷൻ സെൻറ്റർ 24 hours എമർജൻസി കെയർ ആണ്, അതുകൊണ്ട് 24 hours ഇത് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇൻ പോയിസൺ ഇൻഫോർമേഷൻ സർവീസ് വി ഷുഡ് ഗിവ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് റിഗാർഡിംഗ് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ഫോർ എനി പൊട്ടൻഷ്യൽ പോയിസൺ. ഓക്കെ, വെദർ ഇറ്റ് ഈസ് മെഡിക്കേഷൻ, കെമിക്കൽ, ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ്. കെമിക്കലായാലും മെഡിക്കേഷൻ ആയാലും ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ആയാലും വി ഹാവ് ടു ഗീവ് എ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ഓക്കെ, കാര്യം പോയിസൺ വലിയ എമർജൻസി ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് സമയം വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻ്റ് മരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ആക്ച്വലി പോയിസൺ കൺട്രോൾ സെൻറ്റർ ഈസ് എ സർവീസ് that is regarding on poison and related danger substances, and also it provide the management with poisoning cases. Okay, poison control center provides management of poisoning cases. Okay, actually this concept is first initiated in Chicago in 1953 ആണ്. The major ബാക്ക്ഗ്രൗണ്ട്, അതായത് മേജർ ടു റീസൺസ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള മേജർ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഇറ്റ് പ്രൊവൈഡ്സ് റാപ്പിഡ് ആക്സസ് ടു ഇൻഫോർമേഷൻ വാല്യബിൾ ഇൻ അസസിങ് ആൻഡ് ട്രീറ്റിംഗ് ദ പോയ്സണിങ്. ഓക്കെ, പിന്നെ ടു അസിസ്റ്റ് വിത്ത് പോയ്സണിങ് പ്രിവെൻഷൻ. ഓക്കെ, ഇത്രയും വേണ്ടിയാണ് നമ്മൾ പോയ്സൺ ഇൻഫോർമേഷൻ സർവീസസ് മെയിനായിട്ട് ഉണ്ടായത്. ഇതിനകത്ത് ഒരു പോയ്സൺ ഇൻഫോർമേഷൻ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാൽ എ ഫാർമസി ടീം ഉണ്ടാവും, ഫാർമസിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് specialized trained in poison information and in the management of poisoning emergency. അങ്ങനെയുള്ള ഫാർമസിസ്റ്റ് ആയിരിക്കും, അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് വേണം. ഓക്കെ, റിഗാർഡിങ് പോയിസൺസ് ആൻഡ് പോയിസൺ മാനേജ്മെൻറ്റ്. ഫാർമസി ടെക്നീഷ്യൻസ് ആൻഡ് സ്റ്റുഡൻസ്, അവരുടെ അണ്ടറിലൊരു ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ ഇൻറ്റേൺസ് ആരെങ്കിലും വേണം. പിന്നെ മെഡിക്കൽ ടീമാണ്, ടോക്സിക്കോളജിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഫിസിഷ്യൻ ആയിരിക്കും നോർമലി. മെഡിക്കൽ ടോക്സിക്കോളജിസ്റ്റ് മെയിൻലി ഫിസിഷ്യൻ ആയിരിക്കും. പിന്നെ സപ്പോർട്ടിങ് നഴ്സിംഗ് സ്റ്റാഫ് വേണം. Then the people trained in library science with computer knowledge. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് റിട്രൈവ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാളോട് വേണം. ഇത്രയാണ് ഒരു പോയിസൺ ഇൻഫോർമേഷൻ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാനൽ. ഓക്കെ, ദ മേജർ ഫങ്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ഡ്യൂറിങ് പോയിസൺ വയ 24 hour എമർജൻസി ടെലിഫോൺ സർവീസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ റൗണ്ട് ദ ക്ലോക്ക് ആയിരിക്കണം ഇവരെ വർക്കിംഗ്, എമർജൻസി ആയതുകൊണ്ട്. ഓക്കെ, 24 hours ഇവർ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ കളക്ട് ഡാറ്റ ഓൺ പോയിസണിങ്, പെർഫോം റിസർച്ച്, അസിസ്റ്റ് പബ്ലിക് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡ്യൂറിങ് ഹസാർഡസ് മെറ്റീരിയൽ സ്പിൽസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിലുള്ള ഹസാർഡ് മെറ്റീരിയൽസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആക്സിഡൻ്റലി വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഹൗ ടു ഹാൻഡിൽ, അതായത് പെട്ടെന്നൊരു റിക്വസ്റ്റ്, ഒരു പോയിസൺ കോൾ വന്നു നമുക്ക് ഈ പോയിസൺ സർവീസ് സെൻറ്ററിലോട്ട്, ഇൻഫർമേഷൻ സർവീസസിലോട്ട്. നമ്മളെങ്ങനെയാണ് ആ കോള് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരു കോൾ വിളിക്കുകയാണെങ്കിൽ അവർ ഹിസ്റ്ററി ആയും തന്നെ ചെക്ക് ചെയ്യുക, എന്തുകൊണ്ടാണ് പോയിസൺ വരാനുള്ള കാര്യം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ഓക്കെ,
പിന്നെ ബേസ്ഡ് ഓൺ ദിസ് ഹിസ്റ്ററി വി ക്യാൻ കൺസൾട്ട് എ റെഫറൻസ് എടുക്കാം. ഏതെങ്കിലും സോഴ്സസ് വഴി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസ്ക് അസസ് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ദെൻ ബേസ്ഡ് ഓൺ ദിസ് വി ക്യാൻ റെക്കമെൻഡ് ടു ദി ക്ലയൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണം, പെട്ടെന്ന് ഹോസ്പിറ്റലൈസേഷൻ വേണോ അതോ വീട്ടിൽ നിന്ന് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം, എന്നിട്ട് ഇത് ഡോക്യുമെൻറ്റ് ചെയ്യുക. ഇത്രയും പ്രോസസ്സാണ് അതിനകത്തുള്ളത്. ഓക്കെ, അതിന് ഹിസ്റ്ററി ഓഫ് പോയിസണിങ് എടുക്കുക, എന്ത് പോയിസണാണ് കഴിച്ചത്, എന്താണ് കഴിച്ചത് എന്നുള്ള കാര്യം നോക്കുക, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കുക, എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അത് റെഫർ ചെയ്തിട്ട് അത് അസസ് ചെയ്യുക, അതിൻ്റെ എത്ര അധികം സീരിയസ് ആണോ ഇല്ല എന്നുള്ള കാര്യം, എന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുക. പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അവിടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ പോയിസണിങ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഓക്കെ, എമർജൻസിയാണ്. ഇപ്പോൾ ഒരു ആരെങ്കിലും എടുത്ത് വല്ല ഫ്യൂരിഡാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവരപ്പോൾ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും അല്ലേ. അട്രോപിൻ കൊടുത്തേ പറ്റുള്ളൂ, IV ആയിട്ട് കൊടുക്കേണ്ടി വരും. ഫ്യൂരിഡാൻ എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റി കോളിനെസ്റ്ററൈസ് ആണ് അല്ലേ, കോളിനർജിക് പോയിസണിങ് ആണ്. അപ്പോൾ അട്രോപിൻ കൊടുക്കാതെ വേറെ നിവർത്തില്ല, വീട്ടിൽ ഇരുത്തിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ബോഡി എടുക്കേണ്ടി വരും അല്ലേ, അങ്ങനെയുള്ള സ്ഥിതിയിൽ വരാം അവർ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ, അതിനെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ലിസ്റ്റാണ്. ഡ്രഗ്സ് ആൻഡ് ആൻറ്റിഡോസ്. മോർഫിൻ നമ്മൾ നോർമലി മോർഫിൻ പോയിസൺ വന്നാൽ നോർമലി കൊടുക്കുന്നത് നലോക്സോൺ ആണ്. ബെൻസോഡൈസപ്പിൻ ഫ്ലൂമെനിസിൻ കൊടുക്കും, ബാർബിറ്ററി ടാക്രിൻ കൊടുക്കുക, അസിറ്റൈൽ കോളിൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ കോളിനർജിക് ബ്ലോക്കേഴ്സാണ്, അട്രോപ്പിനാണ്, വാർഫാറിനാണെങ്കിൽ ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വൈറ്റമിൻ K ആണ്, INH ഐസോനിയാസിഡ്, വൈറ്റമിൻ B6 ആണ്. INH വെച്ചിട്ടുണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇതാണ് പിരഡോക്സിനാണ് നോർമലി കൊടുക്കുന്നത്, അതാണ് വൈറ്റമിൻ B6 എന്ന് പറയുന്നത്. ഓക്കെ, INH ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ് ആണ്. ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയാണ് ഉണ്ടാകുന്നത്, അപ്പോൾ ഡെക്സ്ട്രോസ് കൊടുക്കും. പാരസെറ്റമോൾ ആണെങ്കിൽ ഹെപ്പാറ്റിക് ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്, അപ്പോൾ അസറ്റൈൽ സിസ്റ്റിൻ, അതാണ് N-അസറ്റൈൽ സിസ്റ്റിൻ ആണ് അതിൻ്റെ ആൻറ്റിഡോട്ട്. ഹെപ്പാരാണെങ്കിൽ പ്രോട്ടോൺ സൾഫേറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.